ഡിയർ സ്റ്റുഡൻസ് ഓഫ് മൊഡ്യൂൾ 4 വരുന്ന പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിൽ വാട്ട് ഈസ് എ റോൾ ഓഫ് ഇൻവെസ്റ്റർ, പാർട്ട്ണർ, കസ്റ്റമേഴ്സ്, അഡ്വൈസേഴ്സ് ആൻഡ് വെൻഡേഴ്സ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത് കേട്ടോ. സോ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആ ഒരു ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം ഹു ഹാവ്സ് ദി ഇൻട്രസ്റ്റ് ടു ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസിന്റെ ഡിസിഷൻ മേക്കിങ്ങിലും ആക്ടിവിറ്റീസിലും നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെന്നെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഉള്ള ഈ ആൾക്കാരായിരിക്കാം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി പുറത്തുനിന്നുള്ള ഹെൽപ്പുകൾ ചെയ്യുന്ന ആൾക്കാർ, സപ്ലയർ, കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ, ക്രെഡിറ്റേഴ്സ്, ക്ലയന്റുകൾ, കോമ്പറ്റേറ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ഗവൺമെന്റ്, ഇതൊക്കെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സോ നമുക്ക് നോക്കാനുള്ളത് ഇൻവെസ്റ്ററിന്റെ ആരാണ് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ് കുഡ് ബി എ പേഴ്സൺ ഓർ എൻറ്റിറ്റി, ഓർഗനൈസേഷൻ ആവാം. Okay, so they will invest the capital within the another organization with the expectation of receiving financial returns in their long run. Okay, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ടൈപ്സ് 3 ടൈപ്പ് ആണ്. പ്രീ ഇൻവെസ്റ്റർ, പാസീവ്, ആക്റ്റീവ്. അതുപോലെ വേറെ ടൈപ്പ് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ, റിസ്കിന്റെ സമയത്തൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിൽ അല്ലെ. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ടു സ്റ്റാർട്ടപ്പ് ബിസിനസ്, angel, financial injections, ongoing basis. Risk is high. When the risk is high, ആ സമയത്ത് ഫണ്ട് റേസ് ചെയ്യാനൊക്കെ വരുന്ന തരം ഇൻവെസ്റ്റേഴ്സിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ. അതുപോലെ വേറെ P2P ലെൻഡിങ് ടൈപ്പ് ഇൻവെസ്റ്റർ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇതൊക്കെ വായിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹു ഈസ് എൻ ഇൻവെസ്റ്റർ ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ പാർട്ട്ണർ ആണ് നെക്സ്റ്റ് ടൈപ്പ്. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ they will be having a mutual formal agreement, sharing their responsibilities. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണറിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ഒരു ലീഗൽ ഫോർമാലിറ്റി സൈൻ ചെയ്തിട്ട് മ്യൂച്വൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാർട്ട്നേഴ്സ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്. മാനുഫാക്ചറിന്റെ സൈഡിലായിരിക്കാം, ഡിസൈനിന്റെ സമയത്തായിരിക്കാം. അപ്പോൾ എല്ലാ ഒരു ഫേസിലും ഈ ഒരു കമ്പനീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതാണ് പാർട്ട്ണർ കമ്പനി ഓർ പാർട്ട്ണർ ആസ് എൻ ഇൻഡിവിജ്വൽ. അടുത്ത കാറ്റഗറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹു പർച്ചേസസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം ദി കമ്പനി ആൻഡ് കൺസ്യൂം ഇറ്റ്. ആ ആൾക്കാരെയാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഹൗ ദേ ആർ ഹെൽപ്പിംഗ് ഇൻ ദി പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് അല്ലെ, ബൈ പ്രൊവൈഡിങ് വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഫീഡ്ബാക്ക് പ്രോസസ്. ഓക്കെ, അപ്പോൾ അതാണ് കസ്റ്റമേഴ്സിന്റെ റോള് വരുന്നത്. നെക്സ്റ്റ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ ഹു ഗീവ് അഡ്വൈസ് ടു ദി കമ്പനി ഓർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇൻ വാട്ട് വേസ് ദേ വിൽ ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ? ദേ വിൽ ഹെൽപ്പ് ഇൻ ദ ഡിസൈൻ പ്രോസസ്, പ്രോട്ടോടൈപ്പ് മെറ്റീരിയൽ സെലക്ഷൻ പ്രോസസ്, അങ്ങനെ ടെസ്റ്റിംഗ് ഫേസിലും എല്ലാ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ പോയിന്റ്സ് കൊടുക്കുന്ന, കംപ്ലയൻസ് കിട്ടാനായിട്ട് അല്ലെ, ISI അല്ലെങ്കിൽ AIS എന്ന് പറയുന്ന സ്റ്റാൻഡർഡൈസേഷനൊക്കെ സീക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇവരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. മെന്റേഴ്സ് പറയുന്നത് ഗൈഡൻസ് സപ്പോർട്ടും കൊടുക്കുന്ന ആളാണ്, ബട്ട് കീപ്പിംഗ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്പനി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് മെന്റേഴ്സ് പറയുക അല്ലേ. അപ്പം അതാണ് മെന്റേഴ്സ്. മെന്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ. ഒരു ആൾക്ക് മെന്റർ ഇല്ലാതെ മെന്റർ ഉണ്ടായിട്ടും വർക്ക് ചെയ്യാം. മെന്റർ ഉണ്ടാകുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവും, ആക്സിലറേറ്റിംഗ് ലേണിംഗ് കർവ് വരും. ദെൻ ഷോർട്ട് ഫോൾസ് ഒന്നും ഉണ്ടാവില്ല, പിറ്റ് ഫോൾസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, അബദ്ധങ്ങളൊന്നും വരില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു മെന്ററിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുണമായിരിക്കും. ദെൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സോഷ്യൽ കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ മെന്റേഴ്സ് അല്ലെ, കാരണം അവർക്ക് കുറേ വേറെ കണക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരതൊരു മ്യൂച്വലി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക. ഐട്രേറ്റീവ് റിഫൈൻമെന്റ് അല്ലെ, എത്ര ട്രയൽസ്, ഇപ്പോൾ ചില പ്രോഡക്ട്സ് ഒക്കെ പല ട്രയൽസ് ചെയ്ത് വെച്ചിട്ട് വേണമായിരിക്കും ഫൈനൽ ഫോമിലേക്ക് വരാൻ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അത് സക്സസ് ആവോ ഫെയിൽ ആവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെന്റേഴ്സിന്റെ റോള് വരുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇന്റേണൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അത് ഏതാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ജോബ് റോൾ എന്താണെന്നുള്ളതും കൂടി അവിടെ എഴുതി വെക്കുക കേട്ടോ. ഇനി ഇത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇത് ഈ 7 സ്റ്റെപ്പുകളാണ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹു ഈസ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെൻ അവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ഇന്റേണൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ. ദെൻ ഫീഡ്ബാക്ക് ലൂപ്സ് എന്നുള്ള രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻസ് പാസ് ഓൺ ചെയ്തിട്ട് ഫൈനൽ റിഫൈൻമെന്റ് ഒക്കെ ഉണ്ടാവണം.
ഡിസിഷൻ മേക്കിങ്ങിൽ ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ഹാവ് ദെയർ റെസ്പെക്റ്റീവ് റൂൾസ്. ദെൻ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം, റെഗുലർ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രീഫേസ് ആയിട്ട് എഴുതിയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ് ഫോർ ഇൻവെസ്റ്റർ എന്നാണ്. അപ്പോൾ പിന്നെ ഇൻവെസ്റ്റർ ആരാണെന്നും വാട്ട് ഈസ് എ ജോബ് റോൾ ഓഫ് ഇൻവെസ്റ്റർ, അല്ല വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഇൻവെസ്റ്റർ ഇൻ എ കമ്പനി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഭാഗം എഴുതി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അതുപോലെ ഈ സെയിം ക്വസ്റ്റ്യൻ പാർട്ട്ണർ എന്നാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി ഇൻ ജനറൽ ഈ 7 സ്റ്റെപ്പിലാണ് കവർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഹു ഈസ് എ പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ബിൽഡിംഗ് ട്രസ്റ്റ്, ഡെമോൺസ്ട്രേറ്റിംഗ് വാല്യൂ ആൻഡ് മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആവാനായിട്ടുള്ള ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ഫോർ ഇഫക്റ്റീവ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡിൻ ബേസിൽ തന്നെ എഴുതാം. അപ്പോൾ നേരത്തെ എഴുതിയ കാര്യങ്ങൾ എഴുതാം, അതിൻ്റെ കൂടെ ഇതും കൂടി എഴുതി ചേർക്കാം കേട്ടോ. ബിൽഡിംഗ് ട്രസ്റ്റ്, അപ്പോൾ എന്തായിരിക്കും അപ്രോച്ചസ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ, ദ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സോ ദാറ്റ് ഒരു ട്രസ്റ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഗ്രോൺ ദെയർ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ, ഡെമോൺസ്ട്രേറ്റിംഗ് വാല്യൂ. ഓക്കെ, അപ്പോൾ റിയൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. സോ സോഷ്യൽ കോസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാല്യൂ ഓട്ടോമാറ്റിക്കലി വരും. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഈ വേർഡിൻ്റെ ബേസിൽ തന്നെ എഴുതി പോയാൽ മതി കേട്ടോ. ദെൻ ഇവിടെ ഒരു വേറെ ക്വസ്റ്റ്യൻ, കോമ്പറ്റേറ്റർ പ്രൊഫൈലിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. Then next prototype development process including resource allocation എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ റിസോഴ്സ് അലോക്കേഷൻ എന്നുള്ള രീതിയിൽ മാൻ, മെറ്റീരിയൽ, മെഷീൻ ആ കാര്യങ്ങൾ എഴുതണം. ക്വാളിറ്റി അഷുറൻസ് അപ്പോൾ ആ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതും ഈ ഓരോ ടേംസിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അല്ലെ, ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിൽ എല്ലാ പെർഫോമൻസ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് സെർവ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ പറയല്ലേ കൺസെപ്റ്റ്, പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഓൾറെഡി നമ്മൾ 3rd മൊഡ്യൂളിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. Then why is engaging with advisors and mentors important during this അല്ലേ. അപ്പോൾ അഡ്വൈസർ കൊടുക്കാനായിട്ട് പ്രോട്ടോടൈപ്പിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് അഡ്വൈസേഴ്സ്, മെൻറ്റേഴ്സ് ഒക്കെ വേണം. എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻസൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ദെൻ ഈ ലോ കോസ്റ്റ് ആൻഡ് റോബോട്ടിക് ആം ഫോർ ഇൻഡസ്ട്രിയൽ യൂസ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി. അപ്പോൾ അവിടെ റോബോട്ടിക് ആം ഉണ്ടാക്കാനായിട്ട് ആരൊക്കെയാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിൽ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതിനെ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പ് വെയറബിൾ ഡിവൈസ് വാച്ചിൻ്റെ ഒരു രീതിയിലൊരു BP ഒക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു വെയറബിൾ വാച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ടൈം ലൈൻ. അപ്പോൾ ആദ്യം എന്താണ്, അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ലൈൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ month 1 to ആദ്യത്തെ 2 മാസത്തിൽ റിസർച്ച് ചെയ്യണം. മാർക്കറ്റ് അനാലിസിസ് ഒക്കെ, ടെക്നിക്കൽ ഫീസിബിലിറ്റി ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്രൂഫ് ഓഫ് കൺസെപ്റ്റിലേക്ക് വരാൻ. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരിയിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യുക. ഇപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ എത്തുമ്പോൾ കൺസെപ്റ്റ് ഡിസൈൻ വരിക. പിന്നെ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഇത് എഴുതുമ്പോൾ വേണമെങ്കിൽ ഒരു ഗ്യാൻ ചാർട്ടായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണിക്കും ചെയ്യാം കേട്ടോ. ടൈം ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇത് ഓരോന്നും ഇവിടെ എന്താ വരിക, ഇവിടെ ടൈം എക്സ് ആക്സിസിലും ആക്ടിവിറ്റി വൈ ആക്സിസിലുമായിട്ട് അങ്ങനെ കാണിച്ച് ഇതിനെ വേണമെങ്കിൽ ഒരു ഗ്യാൻ ചാർട്ടായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതെന്താ ഉണ്ടാവുക, പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റിൽ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് ഈ ഒരു മന്തിൽ നമുക്കത് ഫെച്ച് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞാൽ BIS അതുപോലെ റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് എല്ലാം അത് ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ള ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ ചെയ്യുക. ദെൻ ഫൈനൽ പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ ഇതാണ് ഈ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. A പാർട്ട് ഇതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ.
ദെൻ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റിൻ്റെ ആക്യുറസി നോക്കുക. അപ്പോൾ അതിന് ആക്യുറസി കുറവാണെങ്കിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഡിസൈനിലോ മാനുഫാക്ചറിലോ ഒക്കെ നടത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ സജസ്റ്റ് ബേസ്. ആക്യുറസി ടെസ്റ്റിങ്, യൂസബിലിറ്റി, പെർഫോമൻസ് ടെസ്റ്റിങ്, ഡ്യൂറബിലിറ്റി ടെസ്റ്റിങ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അത് റെഗുലേറ്ററി കംപ്ലയൻസ് ISO ഒക്കെ ആയിട്ട് കംപ്ലൈൻഡ് അല്ലേ നമ്മുടെ മെഷീൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ദെൻ ഫണ്ടിങ് അത് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അത് യു ക്യാൻ ഗീവ് ദി അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സീക്കുക. ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ദെൻ ഇത് സെയിം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. IoT കമ്പനി സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു സ്മാർട്ട് ഗേറ്റോ അല്ലെങ്കിൽ സ്മാർട്ട് ഡോറ് അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന പോലെ സ്ട്രാറ്റജി ടു എൻഗേജ് ഏർലി അഡോപ്റ്റേഴ്സ് ആൻഡ് കളക്ടിങ് ഫീഡ്ബാക്സ്. അപ്പോൾ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സ്? ഇപ്പോൾ ടെക് സാവി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വീട്ടിലും ഇതുപോലെ സ്മാർട്ട് ഹൗസസ്, ഇൻ്റലിജൻറ്റ് ബിൽഡിങ്സ് ഒക്കെ വേണം എന്നുണ്ടായിരിക്കും, അല്ല എനർജി കോൺഷ്യസ് ആയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെയാണ് ഇതിൻ്റെ ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പിന്നെ അവർക്ക് നമ്മുടെ ഒരു മോഡൽ, ഒരു സ്മാർട്ട് എലമെൻ്റ് വീട്ടിലെന്തെങ്കിലും ഡോറോ അല്ലെങ്കിൽ വിൻഡോ ഗേറ്റുകളൊക്കെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് അത് അതിൻ്റെ ഫീഡ്ബാക്സ് എടുത്ത് കസ്റ്റമേഴ്സിൽ നിന്ന് എടുത്ത് അങ്ങനെ അതിനെ ഇംപ്രവൈസ് ചെയ്യാമെന്നുള്ള പോലെ എഴുതി വയ്ക്കുക കേട്ടോ. ദെൻ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഇൻ ദ മാർക്കറ്റ്. പ്രപ്പോസ് എ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഡിഫറൻഷിയേറ്റ്, ഇപ്പോൾ വേറെ കമ്പനീസ് ഇത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ AI വെച്ചിട്ടുള്ളതാണെങ്കിൽ ഓഫർ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്, മോഡുലാർ ആണ് അല്ലേ. അപ്പോൾ അതിൽ ചില എലമെന്റ്സ് നമുക്ക് അസംബിൾ ചെയ്യാം, മോഡുലാർ ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ AI യൂസ് ചെയ്യുന്നു. പിന്നെ അല്ലെങ്കിൽ മോഡുലാറായിട്ട് നിങ്ങളിപ്പോൾ വിൻഡോ, ഡോറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മോഡുലാറായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ പ്ലേസ് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്തോളും എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഒരു ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ദെൻ വേർഷൻ കൺട്രോൾ. അപ്പോൾ ഈ ഇതിലൊക്കെ ഈ പോയിന്റ്സ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ എഴുതിയാലും മതി. വേർഷൻ കൺട്രോൾ ഡ്യൂറിങ് ഡെവലപ്മെന്റ്. ഡിവൈസ് അഡാപ്റ്റ് GIT വിത്ത് ബ്രാഞ്ചിങ് മോഡൽ. അപ്പോൾ അത് തന്നെ ഓരോ ഐട്രേഷൻസ് നടത്തിയിട്ട് നമുക്കതിൽ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലായിട്ട് ഇങ്ങനെ കാണിക്കാം. വേർഷൻ കൺട്രോൾ, ഓരോ വേർഷൻസ് മാറ്റി നമുക്കതിൻ്റെ ഫീഡ്ബാക്സിൻ്റെ ബേസിൽ നമുക്കത് ഇംപ്രവൈസ് ചെയ്യാം എന്നുള്ള പോലെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലൊരു കുറച്ചൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 4th മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4th മൊഡ്യൂൾ. അതുപോലെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ് നമ്മളിപ്പോൾ നോക്കിയത് കേട്ടോ. ഓക്കെ.